ഖുഷാംദീദ് സാത്തിയോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാത്തേ കാ ആഞ്ചൽ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമി നമുക്ക് നോക്കാം. നോക്കൂ, കഹാനി മാത്തേ കാ ആഞ്ചൽ ഔർ സേ പഠിയേ ഔർ സവാലോं के ജവാബ് ലിഖിയേ. മാത്തേ കാ ആഞ്ചൽ എന്ന കഥ നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. സവാൽ ചോദ്യം, ജവാബ് ഉത്തരം. ആദ്യത്തെ സവാൽ എന്താണ്? पुलिस वालों के हमले के बाद കുമാർ ചാച്ച की हालत कैसी थी. പോലീസ് വാല അഥവാ പോലീസുകാരുമായിട്ടുള്ള ഹംലേക്ക് ബാദ്, ആ കലഹത്തിനു ശേഷം കുമാർ ചാച്ചയുടെ അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? എന്തായിരുന്നു ആ അവസ്ഥ? നമുക്കറിയാം അല്ലേ, വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നമുക്കറിയാം, ഇതാ ഇവിടെ ഉണ്ട് അല്ലേ, കുമാർ ചാച്ച ജമീൻ പർ ഗിരേ थे और उनके जिस्म से खून बह रहा था, ഉൻകെ പേർ മേ ഗോലി ലഗി തീ. ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അല്ലേ. അപ്പം നമുക്കതിനെ എങ്ങനെ ഉത്തരാക്കി എഴുതാം? നോക്കൂ, ഇങ്ങനെ എഴുതാം കേട്ടോ. പുലീസ് വാലോं के हमले के बाद കുമാർ ചാച്ച की ഹാലത്ത്. നമ്മൾ ഈ ചോദ്യപദം അങ്ങോട്ട് ഒഴിവാക്കുന്നു. എന്നിട്ട് എഴുതുകയാണ് ഹാലത്ത് ബഡി ദർദ്നാക്ക് തീ, വളരെ വേദനാജനകമായിരുന്നു. വോ ജമീൻ പർ गिर गए थे और उनके जिस्म से खून बह रहा था. उनके पैर में गोली लगी थी. ഇങ്ങനെയാണ് ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേത് ദേമതി അപ്നി സഹേലിയോं के साथ खेत का काम छोड़कर गांवों की तरफ क्यों दौड़ी. എന്താ പറഞ്ഞത്? ദേമതി തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പം വയലിലെ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗ്രാമത്തിലേക്ക് ഓടിയില്ലേ. ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് എന്തിനാണ് ഓടിയത്? എന്തുകൊണ്ടാണ് ഓടിയത്? നമുക്കറിയാം, കുമാർ ചാച്ചയെ പോലീസ് വാല അല്ലേ, അവർ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുമാത്രമല്ല, അവരുടെ വീടുകൾക്കെല്ലാം തീയിടുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ പടോസിയായ ശ്യാം വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദേമതിയും അതുപോലെ തന്നെ കൂട്ടുകാരികളുമൊക്കെ അവിടെ നിന്ന് ഓടിയത്. ഇതാ ഇവിടെ ഉണ്ട് അല്ലേ, നോക്കൂ എവിടെയാണ്? ഇതാ, ദീദി ദീദി वो लोग कुमार चाचा पर हमला कर रहे हैं और हमारे घरों को आग लगा रहे हैं. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഉത്തരമാക്കി മാറ്റി എഴുതാമെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതാം. ദേമതി അപ്നി സഹേലിയോं के साथ खेत का काम छोड़कर गांवों की तरफ ക്യോ മാറ്റുന്നു. എന്നിട്ട് എന്തെഴുതാം? തറഫ് ദൗഡി. എന്നിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ക്യോങ്കെ, എന്തിനാ ഓടിയത്? എന്തുകൊണ്ടെന്നാൽ അംഗ്രേസോനെ अपने अब्बा जान कुमार चाचा से हमला कर रहे थे और गांवों के घरों को आग അല്ലെങ്കിൽ ജലാകർത്തേത്തെ, കത്തിക്കുകയായിരുന്നു അല്ലേ. ജലാകർ രഹേത്തെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ദേമതിയും കൂട്ടുകാരികളുമൊക്കെ ആ വയലിലെ പണിയൊക്കെ ഉപേക്ഷിച്ച് ഓടിയത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കുമാർ ചാച്ച की हालत देखकर ദേമതി ने പോലീസ് വാലോं के साथ क्या किया. എന്താണ്? കുമാർ ചാച്ചയുടെ അവസ്ഥ കണ്ടിട്ട് ദേമതി പോലീസുകാരോട് എന്താണ് ചെയ്തത് നമുക്കറിയാം അല്ലേ. അവൾക്ക് വളരെയധികം ദേഷ്യം വന്നു. അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ അവിടെയുള്ള തോക്കുധാരിയായ ഓഫീസറിൻ്റെ അടുത്ത് അവൾ എന്ത് ചെയ്യുകയാണ്? യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം അല്ലേ. നോക്കൂ, കുമാർ ചാച്ച की हालत देखकर ദേമതി, ഇവിടുന്ന് മുതലാണ് നമ്മൾ എഴുതണം കേട്ടോ. ബാക്കി ഇത്ര എഴുതണില്ല.
അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദേമതി ദേമതി को बहुत दुख और उत्साह ആയി. ദുഃഖവും അതുപോലെ തന്നെ ദേഷ്യവും വന്നു. ഉത്സാഹ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു. വോ ബേകാബു ഹോക്കർ बंदूकदार अफसर से हमला कर दिया. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ആദ്യത്തെ താലീമി സർഗർമിയിലുള്ള ചോദ്യങ്ങൾ അല്ലേ. ആദ്യത്തെ പഠന പ്രവർത്തനത്തിലെ ചോദ്യങ്ങൾ ഇത്രയുമായിരുന്നു. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേത് നോക്കൂ. ഹിന്ദുസ്ഥാൻ കി ജംഗ് ആസാദി മേ ബഹുത് സെ ഹവാത്തീൻ ഹിസ്സ ലീത്തെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. ആജ് കൽ ബി സമാജ് മേ ഹവാത്തീൻ ഹർ മർഹലെ മേ ആകെ ബഡ് രഹേ ഹേ. ഇന്ന കാലത്തും അല്ലെങ്കിൽ ഇക്കാലത്തും അത് നമ്മുടെ സമൂഹത്തിൻ്റെ പലവിധ മേഖലകളിൽ സ്ത്രീകൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐസെ ചന്ദ് ഹവാത്തീൻ കെ നാം ലിഖി. അങ്ങനെയുള്ള കുറച്ച് സ്ത്രീകളുടെ പേരെഴുതുക. പസന്ദീദ ഏക് കെ ബാരെ മേ നോട്ട് തയ്യാർ കീജിയെ. ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച് എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക. ഒരുപാട് സ്ത്രീകൾ എവിടെ പങ്കെടുത്തിട്ടുണ്ട്? സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ, ഇക്കാലത്തും ഉണ്ട്. അപ്പോൾ കുറച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കുറച്ച് സ്ത്രീകളുടെ പേരാണ് നമുക്ക് എഴുതേണ്ടത്. ഒരാളെക്കുറിച്ച് നോട്ടും തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം കുറച്ച് പേരുകൾ. ഒന്നാമതായിട്ട് ഞാൻ എഴുതുന്നത് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിൻ്റെ പേരാണ്. കാരണം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്നാണ് ദ്രൗപദി മുർമു നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ എഴുതാൻ പോകുകയാണ്. കാരണം നമുക്കറിയാം, മൂന്നാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിട്ട് മാറുന്നത്. മൂന്നാമത്തെ തവണയാണ് അല്ലേ, നിങ്ങൾക്കറിയാലോ നിർമ്മല സീതാരാമൻ. പിന്നെ അടുത്തത് നമുക്ക് എഴുതാം ദിവ്യ ദേശ്മുഖ് ഉണ്ട്. ദിവ്യ ദേശ്മുഖ് നിങ്ങൾക്കറിയാം, ചെസ്സിലെ കളിക്കാരിയാണ് അല്ലേ. നമ്മുടെ ഫിഡെ വുമൻസ് 2025 ആദ്യമായിട്ട് നേടുന്ന ആ കപ്പ് ആദ്യമായിട്ട് നേടുന്ന ആളാണ് ദിവ്യ ദേശ്മുഖ്. അതല്ലാതെ വീണ്ടും കുറേ പേരുണ്ട്. സാനിയ മിർസയുണ്ട്, പിന്നെ ഇന്ദിരാഗാന്ധി അവർ കഴിഞ്ഞു പോയതാണ്, അത് എഴുതുന്നില്ല. ഇപ്പോഴത്തെ എഴുതാം. സോണിയാഗാന്ധി ഉണ്ട് അല്ലേ, സോണിയാഗാന്ധി അറിയാലോ. പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെയും കുറേ പേരുണ്ട് അല്ലേ, കുറേ ആളുകളുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് എഴുതി നോക്കാം. നമ്മൾ എഴുതാൻ പോകുന്നത് ദിവ്യ ദേശ്മുഖിനെ കുറിച്ചാണ്. ദിവ്യ ദേശ്മുഖ് ആരാ? കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ദിവ്യ ദേശ്മുഖ് वो हिंदुस्तान का अच्छी शतरंज खिलाड़ी है. ഒരു നല്ല ഷത്രഞ്ച് അഥവാ ചെസ്സ് കളിക്കാരിയാണ്. वो हिंदुस्तान का पहला खातून है. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ജോ ഫിഡെ വുമൻസ് കപ്പ് ഫിഡെ വുമൻസ് കപ്പ് കോ ജീത് അല്ലെങ്കിൽ കോ ഹാസിൽ കിയാ ഹെ. ഫിഡെ വുമൻസ് കപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ദിവ്യ ദേശ്മുഖ്. വേണമെങ്കിൽ അതിന് അവരെവിടെയാണ് ജനിച്ചത്, എന്താണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നോട്ട് തയ്യാറാക്കുക. അടുത്ത നോക്കാം. മുക്കാലിമെ ഓർ സേ പഠിയേ और मुनासिब किरदारों के नाम चुनकर लिखिए. എന്താണ് ഇവിടെ ഇങ്ങനെ പച്ച, നീല, റോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ഇവിടെ മുക്കാലിമെ കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്. ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള വാചകങ്ങളുണ്ടാവുമല്ലോ, അവരോട് പറയുന്ന ആ ഒരു സംഭാഷണം അത് തന്നിട്ടുണ്ട്. അത് നന്നായി വായിക്കുക. എന്നിട്ട് അനുയോജ്യമായ
ആരാണോ പറഞ്ഞത് ആ അനുയോജ്യമായിട്ടുള്ള കിർദാറുകൾ അഥവാ കഥാപാത്രങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, തും ലോഗോ നെ യെ ക്യാ കിയ ഹട്ട് ജാവോ യഹാ സേ. ഈ നിങ്ങളിവിടെ എന്താണ് ചെയ്തത് അല്ലേ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്, മാറിപ്പോകൂ ഇവിടെ നിന്ന്. ആരാണിത് പറഞ്ഞത്? നമുക്കറിയാം, അത് ദേമതിയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കൂ, മേ അഖേല നെഹി ഹൂ യെ ഗാവോം വാലെ സബ് മേരെ സാത്ത് ഹേ. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും എൻ്റെ കൂടെയുണ്ട്. ഇതാരാ പറഞ്ഞത്? നമുക്കറിയാം, അത് പറഞ്ഞത് കുമാർ ചാച്ചയാണ്. കുമാർ ചാച്ച ആരാണ്? ദേവതിയുടെ അബ്ബയാണ് അല്ലേ. ഇനി അടുത്തത് നാഷ്ത തയ്യാർ ഹേ ആയിയേ ഹം നാഷ്ത കരേ. ഇതാരാ പറഞ്ഞത്? നാഷ്ത റെഡിയാണ്, വരൂ നമുക്ക് നാഷ്ത കഴിക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ ദേമതിയാണ്. കഥ വായിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കാം. കഹാനി മാഥേ കാ ആഞ്ചൽ മേ കൈ കിർദാർ ഹേ, आपका पसंदीदा किरदार कौन है? ഇഷാറോं की मदद से किरदार के बारे में നോട്ട് ലിഖിയെ. എന്താ പറഞ്ഞിട്ടുള്ളത്? മാത്തേക്ക ആഞ്ചൽ എന്ന കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഇഷാറോं की मदद से किरदार के बारे में നോട്ട് ലിഖിയെ. തന്നിരിക്കുന്ന സൂചനകളുടെ സഹായത്താൽ കിർദാറിനെ കുറിച്ച്, കഥാപാത്രത്തിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മാത്തേക്ക ആഞ്ചൽ എന്നുള്ള കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെ കഥാപാത്രം ആരാണ്? നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ദേമതിയാണ് അല്ലേ. അതാണ് മെയിൻ കഥാപാത്രം. പിന്നെ ആരുണ്ട്? കുമാർ ചാച്ചയുണ്ട്. പിന്നെ ആരാളുള്ളത്? ശ്യാമുണ്ട് അല്ലേ, പടോസി. ഇത്രയും പേരിൻ്റെ പേരൊക്കെയാണ് അതിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ഇതിലെ മെയിൻ കഥാപാത്രമായ ദേമതി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അവരെക്കുറിച്ചാണ് നമുക്ക് നോട്ട് തയ്യാറാക്കേണ്ടത്. ആ നോട്ട് തയ്യാറാക്കാനുള്ള കുറേ ഇഷാറകൾ താഴെ തന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നോക്കൂ, മേരാ പസന്ദീദ കിർദാർ, എൻ്റെ ഇഷ്ടപ്പെട്ട കിർദാർ, എൻ്റെ ഇഷ്ടപ്പെട്ട പസന്ദീദ, ഇഷ്ടപ്പെട്ട കിർദാർ കഥാപാത്രം. ഇനി കിർദാർ കി ഹുസൂസിയാത്ത്, കിർദാറിൻ്റെ സവിശേഷതകൾ. എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇപ്പം നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫ്രണ്ടിൽ ഒരു പ്രത്യേക ഗുണം ഉണ്ടാവും, അതായിരിക്കും നിങ്ങൾ അട്രാക്റ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് അവരുടെ ഹുസൂസിയാത്ത്, ആ കിർദാറിൻ്റെ ഹുസൂസിയാത്ത് എന്താണ്? അടുത്തത് കഹാനി മേ കിർദാർ കാ റോൾ, ഈ കഥയിൽ ഈ കിർദാറിൻ്റെ റോൾ എന്താണ്, എന്ത് റോളാണ്? ഇനി അടുത്തത് കിർദാർ കെ ബാരേമേം ആപ്കി റായേ, കിർദാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കിർദാറിൻ്റെ ആ ഗുണം എല്ലാവരും നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണെന്നാണോ? അല്ല അങ്ങനെ നമ്മുടേതായ അഭിപ്രായം ഉണ്ടാവില്ലേ, എല്ലാവരും ആ കഥാപാത്രത്തിനെ പോലെ ആവണം എന്നാണോ എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. ഇനി അടുത്തത് പസന്ത് ഹോനേക്ക് വജൂഹാത്ത്, ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു നോട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോട്ട് എഴുതി തുടങ്ങാം കേട്ടോ. നോക്കൂ, മേരാ പസന്ദീദ किरदार देमदी है, वो एक अच्छी और बहादुर लड़की है. वो अपने अब्बा और गाँवों को बहुत पसंद करते थे, लेकिन बहुत मोहब्बत करते थे. वो बंदूकदार अफसर से ही अपने अब्बा और गाँवों के लिए बहादुरी से लड़ता है. मेरे राय में देमदी सभी औरतों के लिए एक
അച്ചി റോൾ മോഡൽ ഹേ അല്ലേ? ഇങ്ങനെയാണ് എഴുതി നമ്മൾ. എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ദേമതിയാണ്. അവളൊരു അച്ചി നല്ലതും അതുപോലെ തന്നെ ബഹാദുർ ലടുക്കി ഹെ അവൾ ധീരയുമായ ലടുക്കിയായിരുന്നു. വോ അപ്പനെ അബ്ബ ഓർ ഗാവും കോ ബഹുത്ത് മുഹബത്ത് കർത്തേ തെ അവൾ അവളുടെ അച്ഛനെയും ഗ്രാമത്തിനെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. വോ ബന്ദൂക്ദാർ അഫ്സർ സേ ഹി അപ്ന അബ്ബ ഓർ ഗാവും കെ ലിയെ ബഹാദുരി സേ ലഡ്താ ഹെ അവൾ ആ തോക്കുധാരിയായ അഫ്സറിൻ്റെ അടുത്ത് പോലും ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്? അവളുടെ അച്ഛനിക്കും അതുപോലെ തന്നെ ഗ്രാമത്തിനും വേണ്ടി യുദ്ധം ചെയ്യുന്നു. മേരെ രായേ മേ ദേമതി സബി ഔറത്തോം കെ ലിയെ ഏക് അച്ചി റോൾ മോഡൽ ഹിം എൻ്റെ അഭിപ്രായത്തിൽ ദേമതി എല്ലാ സ്ത്രീകൾക്കും ഒരു നല്ല റോൾ മോഡലാണ്, നല്ലൊരു മാതൃകയാണ്. അടുത്തത് എന്താണ്? अंग्रेज़ पुलिस इतने हैरान थे कि कुछ भी न कर पाए वो भागते ही चले गए. അംഗ്രേസ് പോലീസുകാരല്ലേ? അംഗ്രേസ് പോലീസുകാർ വളരെയധികം പരിഭ്രാന്തരായിരുന്നു. അവർക്ക് അറിയണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? അവരെന്ത് ചെയ്യാണ്? അവിടെ നിന്നും ഓടിപ്പോയി. ഇനി ഇസ് കഹാനിക്കോ ആകെ ബഡായി ഈ കഥയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ കൂട്ടിച്ചേർക്കാനാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ കഥ പൂർത്തിയാക്കുക. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കാം അല്ലേ? അവിടെ നിന്ന് പോയ ബ്രിട്ടീഷുകാർ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു എന്നുള്ള രീതിക്കാവാം. അപ്പോഴും അവൾ എന്ത് ചെയ്യാം? അവൾ വേണമെന്നുണ്ടെങ്കിൽ ധീരമായിട്ട് ഇവർക്കെതിരായിട്ട് പോരാടാം. എന്നിട്ട് നമുക്ക് ആ ചിത്രത്തിൽ കണ്ടതുപോലെ അവൾ എന്ത് ചെയ്യുകയാണ്? ഇതുപോലെ കുമാർ ചാച്ചയ്ക്ക് പകരമായിട്ട് എല്ലാ റാലികളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന നല്ലൊരു വനിതയായി മാറിയതായിട്ട് എഴുതാം. മനസ്സിലായോ? നിങ്ങൾക്കിഷ്ടമുള്ള രീതിക്ക് എന്ത് ചെയ്യാം? ഈ കഥയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇതിലെ ദീഗർ സർഗർമിയാണ് इंटरनेट और गोशा मुतालिया से ख़वातीन के बहादुरी से मुताल्लुक़ कहानियाँ जमा करके क्लास में पेश कीजिए. ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ലൈബ്രറി അല്ലെ റീഡിംഗ് കോർണറൊക്കെ ഉണ്ടാവുമല്ലോ, അവയുടെയൊക്കെ സഹായത്താൽ എന്ത് ചെയ്യുക? സ്ത്രീകളുടെ ധീരതയെ സൂചിപ്പിക്കുന്ന കഥകളുണ്ടാവും. ആ കഥകളൊക്കെ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെ കഹാനി മാതേക ആഞ്ചൽ ഔർ സേ പഠിയെ ഗ്രൂപ്പ് മേ ചർച്ച കർക്കെ പസന്ദീദ ഹിസ്സ ചുൻ ലീജിയെ ഓർ സ്കിറ്റ് തയ്യാർ കർക്കെ ക്ലാസ് മേ പേഷ് കീജിയെ. ഇതിൽ പറഞ്ഞത് എന്താണ്? കഥ നന്നായി വായിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുന്നു, ഇഷ്ടപ്പെട്ട ഭാഗം എടുക്കുക, എന്നിട്ട് അതിനെ ഒരു സ്കിറ്റ് ആക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. സ്കിറ്റ് തയ്യാർ കർത്തേ വക്ത് ഇൻ ബാത്തോം കാ ലിഹാസ് രഖിയെ. സ്കിറ്റ് തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. പസന്ദീദ ഹിസ്സ കാ ഇൻതിഖാബ്, മുനാസിബ് കിർദാർ, മുക്കാലിമ കി തയ്യാരി, സ്റ്റേജ് കി തയ്യാരി, അദാകാരി. ഇഷ്ടപ്പെട്ട ആ ഒരു ഭാഗം നമ്മൾ എടുക്കണ്ടല്ലോ, അതിൽ ആ ഭാഗത്തിനെ കുറിച്ച് അനുയോജ്യമായ കഥാപാത്രങ്ങളെ അതിലുണ്ടാക്കണം. ആ അനുയോജ്യമായ കഥാപാത്രങ്ങൾക്ക് എന്തു കൊടുക്കണം? സംഭാഷണങ്ങൾ കൊടുക്കണം. പിന്നെ സ്റ്റേജ് തയ്യാറാക്കണം, നല്ല രീതിയിൽ അവതരിപ്പിക്കണം. ഇതെല്ലാം ചേർത്ത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുക. ഓക്കെ, അതിനനുസരിച്ചുള്ള വേഷത്തിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.